ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഭാഗം എന്ന് പറയുന്നത് CHSL CGL പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങളില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണാറില്ല. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, രോഹിത് വാണ്ട്സ് ടു ഏൺ 21% പ്രോഫിറ്റ് ഓൺ എ ബെൽറ്റ് ആഫ്റ്റർ ഓഫറിംഗ് 45% ഡിസ്കൗണ്ട്. By how much percentage more should he mark the price of his article above the cost price? 75%, 120%, 66%, 102%. ഇപ്പോൾ ഈ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഘടന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം രോഹിത്തിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ അത് അവൻ എത്ര രൂപ കൊടുത്ത് മേടിച്ചാണ്. ആ ബെൽറ്റിന് അവന് വിൽക്കണം. അത് 21% പ്രോഫിറ്റിന് വിൽക്കണം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് അവൻ എത്ര രൂപയ്ക്ക് കൊടുത്ത് മേടിച്ചതാണ്, അതതിൻ്റെ കോസ്റ്റ് പ്രൈസാണ്. ഇനി അവന് 21% പ്രോഫിറ്റിന് വിൽക്കണം. 21% പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസാണ്. ഇത് കോസ്റ്റ് പ്രൈസ്, അതിന് മുകളിലുള്ള 21% മുകളിലുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. പക്ഷേ അവന് ചുമ്മാ അങ്ങനെ വിറ്റാൽ പോരാ, അവന് 45% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ അവനൊരു മാർക്ക് പ്രൈസ് വേണം. അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്ന് എത്രയോ കൂടുതലൊരു മാർക്ക് പ്രൈസ് കൊടുക്കണം. അതിൽ നിന്ന് വേണം 45%, ഈ മാർക്ക് പ്രൈസിൻ്റെ 45% അവന് ഡിസ്കൗണ്ടായിട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് അവനൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അതിൻ്റെ എത്രയോ ഒരു ശതമാനം മാർക്ക് പ്രൈസ് ഉണ്ട്. ആ മാർക്ക് പ്രൈസിൽ നിന്ന് അവന് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വേണം 21% പ്രോഫിറ്റിന് വിൽക്കാൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, കോസ്റ്റ് പ്രൈസ്, അവൻ്റെ കയ്യിലിരിക്കുന്ന ആ സാധനത്തിൻ്റെ അവൻ കൊടുത്ത വില എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയ്ക്കാണ് അവന് കിട്ടിയത്. നമ്മൾ 100 രൂപ എന്ന് അസ്യൂം ചെയ്യുകയാണ്. അതിൽ നിന്ന് അവന് 21% പ്രോഫിറ്റോടുകൂടി വിൽക്കണമെന്നാണ്. അപ്പോൾ 21% പ്രോഫിറ്റോടുകൂടി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 121 ആണ്. 100 രൂപയ്ക്ക് അവൻ മേടിച്ചു, 121 രൂപയ്ക്ക് അവന് വിൽക്കണം. പക്ഷേ ഈ 121 മുകളിൽ എത്രയോ ഒരു രൂപയ്ക്ക് അവന് മാർക്ക് ചെയ്താലേ അതിൽ നിന്ന് അവന് 45% കൊടുത്തിട്ട് 21% പ്രോഫിറ്റിന് വിൽക്കാൻ പറ്റൂ. ഓക്കെ, ഇവിടുത്തെ ഈ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയത്തില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നെയാണ്, ഈ കോസ്റ്റ് പ്രൈസിന് എത്ര ശതമാനം മുകളിലാണ് ഈ മാർക്ക്ഡ് പ്രൈസ് എന്നുള്ളത്. നമുക്കാകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 45% ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. 45% എന്ന് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 9/20 ആണ്. ഓക്കെ, ഈ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയും ഒരു നമ്പറിൻ്റെ 45% കാണണമെന്ന് വെച്ചാൽ ഈ 9/20 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 45% എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 9/20 ആണ് അവിടുത്തെ ഫ്രാക്ഷൻ. ഇനി 9/20യിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 45%, അല്ലെങ്കിൽ ഈ 9/20 എന്ന് പറയുന്നത് അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മാർക്ക്ഡ് പ്രൈസിൻ്റെ 9/20. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 20 ആണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ആ തുകയാണ് 9. ഓക്കെ, ഇപ്പോൾ ഈ മാർക്ക്ഡ് പ്രൈസ് നമ്മൾ 20 എന്ന് എടുത്താൽ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ആ തുക എന്ന് പറയുന്നതാണ് 9. 20ൽ നിന്ന് 9 പോയി 11 ആണ്. മാർക്ക്ഡ് പ്രൈസ് 20 ആണെങ്കിൽ 11 നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളിവിടെ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് 100 എടുത്തു, അതിൽ നിന്ന് 21% പ്രോഫിറ്റോടുകൂടി 121 സെല്ലിംഗ് പ്രൈസായിട്ട് എടുത്തു. അപ്പം 20 മാർക്ക്ഡ് പ്രൈസ് ആണെങ്കിൽ 11 വരേണ്ടത്. അപ്പോൾ ഈ 11ഉം 21ഉം തമ്മിലുള്ള 121 തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതായത് 11ന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന വാല്യൂ ആണ് 121. അങ്ങനെയാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് അല്ലേ കാണേണ്ടത്. മാർക്ക്ഡ് പ്രൈസ് 20 ആണ്. അപ്പോൾ 20ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വാല്യൂ വരുമെന്നാണ് ചോദ്യം. 11ന് കറസ്പോണ്ടിങ് ആയിട്ട് 121 ആണെങ്കിൽ 20ന് കറസ്പോണ്ടിങ് ആയിട്ട് 121/11 × 20 ചെയ്യണം അല്ലേ. 11 × 20 എന്ന് പറയുന്നത് 220 ആണ്. മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 220 നമുക്ക് കിട്ടി. ഇവിടെ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ അതിൽ നിന്ന് 220 മാർക്ക്ഡ് പ്രൈസായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നും 99 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ്
121 സെല്ലിംഗ് പ്രൈസ് ആകുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന് എത്ര ശതമാനം മുകളിലാണ് മാർക്ക്ഡ് പ്രൈസ് എന്നുള്ളത്. കോസ്റ്റ് പ്രൈസ് 100ഉം മാർക്ക്ഡ് പ്രൈസ് 220 ആണെങ്കിൽ 220 മൈനസ് 100 ബൈ 100 ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 120% എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ബി 120%. ഓക്കെ, താങ്ക് യു.